ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് മിഥുൻ്റെ അപ്പൂപ്പനാണ്. മിഥുൻ്റെ അമ്മയുടെ അച്ഛനാണ്. പേര് ജനാർദ്ദനൻ. എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു ജീവിതമൊക്കെ? ജീവിതം ഒരു കൂലിപ്പണിക്കാരാ എല്ലാവരും. ഒന്നിറങ്ങിപ്പോയി കഴിയുന്നവരാ. നിങ്ങളുടെ എത്രാമത്തെ മോളാണ് മിഥുൻ്റെ അമ്മ? എൻ്റെ ഇളയ മോളാണ്. ഇളയ മോള. 2 മക്കളേ ഉള്ളൂ. ചേട്ടത്തിയനത്തി 2 പേരേ ഉള്ളൂ. ഇളയ മോളെ ഇവിടെ കൊണ്ടുവന്നത്. മൂത്ത മോളെ രാമൻകുളങ്ങര കൊണ്ടുപോയി, കൊല്ലം. വലിയ സാമ്പത്തികമൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല സന്തോഷമായിട്ടായിരുന്നു ആയിരുന്നു ജീവിതം. സന്തോഷമായിരുന്നു. ഒന്നിറങ്ങിപ്പോയി കഴിയുന്നു. പിന്നെ ഇയാൾക്ക് പഠിക്കണം, ആ സ്കൂളിൽ പട്ടാള സ്കൂളിൽ പഠിക്കണമെന്നൊരാഗ്രഹം വന്നു. അങ്ങനെ എൻ്റെ കൂടെ അപ്പൂപ്പൻ്റെ കൂടെ നിന്ന് പഠിക്കണമെന്നൊരാഗ്രഹം വന്നു. അവിടെ കൊണ്ടുവന്നു. അപ്പം ഞങ്ങൾ രാവിലെ ഇറങ്ങിപ്പോവും. പിന്നെ ഞങ്ങൾ സന്ധ്യയ്ക്ക് ഇറങ്ങി വരത്തുള്ളൂ. പിന്നെ ഇയാൾ ഒറ്റയ്ക്ക് വേണ്ട, ടെൻഷനാവത്തില്ലേ. അങ്ങനെ വീണ്ടും ഇന്ന് കൊണ്ടുവന്ന് അയാളെ ഇഷ്ടപ്പെട്ട സ്കൂളിൽ കൊണ്ടുവന്ന് ചേർത്തി. മിടുക്കനായിരുന്നു എല്ലാവരും പറഞ്ഞു. മിടുക്കനായിരുന്നു. ഈ രാജ്യത്തിന് അയാളെ കഴിഞ്ഞുള്ള എല്ലാവരും. നമ്മുടെ വിധി എന്ന് പറയാൻ നോക്കും. നമുക്ക് പോയ ആളിനെ തിരിച്ചു കിട്ടത്തില്ലല്ലോ. പിന്നെ അയാളെ പഠിപ്പിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൂപ്പനും അമ്മമ്മയ്ക്കും പഠിപ്പിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾ രാവിലെ പുള്ളിക്കാരി കമ്പനി പോകും. കമ്പനി പോയി കഴിഞ്ഞാൽ ഞാൻ കൂലിപ്പണിക്ക് പോകും. പിന്നെ വീട്ടിലാരും ഇല്ല, ഞങ്ങൾ 2 പേരേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണോ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ആക്കിയത്? ഇങ്ങോട്ടാക്കിയത്. ഇവിടെ തന്നെ നിന്ന് പഠിക്കട്ടെ. അപ്പോൾ അനിയിച്ചാരോ പിന്നെ ഒറ്റ തിരിയത്തില്ലേ. പിന്നെ അമ്മൂമ്മ തള്ള ഇവിടെ ഉണ്ട്. അവൻ അപ്പൂപ്പനോട് പറയുന്ന സ്വപ്നങ്ങളും പ്രതീക്ഷകളും എന്തോ, എനിക്ക് ബാൾ കളിക്കണം, അതല്ല എനിക്ക് പഠിക്കണം, പട്ടാളത്തിൽ ചേരണം, പട്ടാളത്തിൻ്റെ സ്കൂളിൽ വിടണം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞത്. അതിപ്പം ഞാൻ ഒരുപാട് വിദ്യാഭ്യാസം എനിക്കില്ല. പഠിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളന്ന് ഇറങ്ങിപ്പോന്നു. വൈകിട്ട് വരുന്നു. മേശനാണ്. ഈ മക്കളെ നല്ല രീതിയിൽ വളർത്താനും ഒരു വീടൊക്കെ അതായിരിക്കും അല്ലേ മകള് ആഗ്രഹിച്ച ഞങ്ങൾക്ക് എല്ലാ ആഗ്രഹം ഉണ്ടായിരുന്നു പോകണ്ടെന്ന്. കുഞ്ഞുങ്ങളെ കളഞ്ഞിട്ട് പോകണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. പിന്നെ ഇച്ചിരി കടങ്ങൾ കളയുന്നതല്ലല്ലോ അവർക്ക്. അവരെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം വെച്ചാണ് അവർ പോയത്. എനിക്ക് കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് കുഞ്ഞുങ്ങളെ മേപ്പോട്ട് പഠിപ്പിക്കണ്ടേ. അതിനെല്ലാം കൂടെ പോയതാ. പോയിട്ടിപ്പോൾ ഒരു 7 മാസം ആയില്ല. 7 മാസമേ ആവുന്നുള്ളൂ. പിന്നെ പോയതാണ്.